പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്തിനോട് ഈക്വലാണ്? എഗെയിൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ്. ഇനി ശ്രദ്ധിച്ചോളൂ, എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ്, അതായത് ലോവർ ലിമിറ്റ് എ പ്ലസ് അപ്പർ ലിമിറ്റ് ബി മൈനസ് എക്സ് ഡി എക്സിനോട് ഈക്വലാണ്. അപ്പോൾ അതിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് തന്ന ലിമിറ്റ് എങ്ങനെയാണ്? π/6 ടു π/3. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് സെയിം π/6 π/3 സൈൻ സ്ക്വയർ എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. അപ്പോൾ എന്തായിരിക്കും വരിക? π/6 പ്ലസ് π/3 മൈനസ് എക്സ് ഡി എക്സ് എന്ന രീതിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, എന്താണ് π/6 മൈനസ് പ്ലസ് π/3? ഈ സിംപ്ലിഫൈ ചെയ്താൽ π/2 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ π/6 ടു π/3 സൈൻ സ്ക്വയർ π/2 മൈനസ് എക്സ് ആയി മാറും. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ഇക്വേഷനാണ്. π/2 മൈനസ് എക്സ് എന്താ? കോസ് സ്ക്വയർ എക്സ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് π/6 ടു π/3 കോസ് സ്ക്വയർ എക്സ് ആയി മാറും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് വരും. ഇനി ഇതിലെ P4, അപ്പോൾ ഇതേ പ്രോപ്പർട്ടിയുടെ ഒരു വേറെ വെർഷനാണ് P4. ഓക്കെ, അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇൻ്റഗ്രൽ 0 ടു എ, നേരത്തെ എ ടു ബി ആണെങ്കിൽ ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇതേ കാര്യം അപ്ലൈ ചെയ്താൽ എന്തായിരിക്കും? 0 ടു എ എഫ് ഓഫ് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ്, അപ്പോൾ ലോവർ ലിമിറ്റ് 0 പ്ലസ് അപ്പർ ലിമിറ്റ് എ മൈനസ് എക്സ് ഡി എക്സ്. അതെന്തായിരിക്കും? ഈക്വൽ ടു 0 ടു എ എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വീണ്ടും ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ 0 ടു π/2 കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. അഗൈൻ ഇൻ്റഗ്രൽ 0 ടു π/2 കോസ് സ്ക്വയർ. ഇനി എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് എ മൈനസ് എക്സ്. അപ്പോൾ ഇവിടുത്തെ എ ആരാണ്? π/2 അല്ലേ? π/2 മൈനസ് എക്സ് എന്ന രീതിയിൽ മാറ്റി എഴുതാൻ സാധിക്കും.